നമസ്കാരം. ലോകജാലകത്തിലേക്ക് സ്വാഗതം. ആനന്ദ് TV അവതരിപ്പിക്കുന്ന ലോകജാലകത്തിൽ വിവിധ മേഖലകളിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും കാണാത്ത ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെയും അറിയാൻ ആഗ്രഹിക്കുന്ന സംഭവ വികാസങ്ങളും കാണാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതെ, എങ്ങോട്ടാ ഈ രാത്രിയിൽ? സെക്കൻഡ് ഷോയ്ക്കായിരിക്കുമല്ലേ. ഏത് പുതിയ സിനിമ വന്നാലും ആദ്യ ആഴ്ചയിൽ തന്നെ സെക്കൻഡ് ഷോയ്ക്ക് പൊക്കോളും. അല്ല, നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി നല്ല AC കൊണ്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് സിനിമ കാണാനിരിക്കുന്നത് ചിലരുടെ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണ്. ഇത് വല്ലതും നിനക്കറിയോ? മലയാള സിനിമ ആദ്യമേ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഓരോ പടിപടിയായാണ് ഇന്ന് നമ്മൾ കാണുന്ന മലയാള സിനിമയിലേക്കുള്ള പരിണമിക്കൽ സംഭവിച്ചത്. നിങ്ങൾക്കറിയാമോ മലയാള സിനിമയുടെ ചരിത്രം? വിശദീകരിച്ച് പറയാൻ നിന്നാൽ അരമണിക്കൂറിലൊന്നും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കി പറയാം. ഇന്നത്തെ ലോകജാലകത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത് മലയാള സിനിമയുടെ ചരിത്രമാണ്. JC ഡാനിയൽ എന്ന വ്യക്തിയുടെ അഹോരാത്ര പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന മലയാള സിനിമ. 1930 JC ഡാനിയൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രമാണ് മലയാളത്തിലെ ആദ്യ സിനിമ. ഈ സിനിമ ഒരു വൺ മാൻ ഷോ ആണെന്ന് പറയേണ്ടി വരും. കാരണം സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും നടനും എല്ലാം ഒരേ ഒരാൾ, JC ഡാനിയൽ. 2013 പൃഥ്വിരാജ് നായകനായ സെല്ലുലോയിഡ് എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. JC ഡാനിയലിന്റെ ജീവചരിത്രമാണ് ഈ സിനിമ. സിനിമ എന്ന സ്വപ്നത്തിന് വേണ്ടി JC ഡാനിയൽ അനുഭവിച്ച യാതനകളും ചെയ്ത ത്യാഗങ്ങളും ഓരോ സിനിമാ പ്രേമിയെയും കണ്ണീരിലാഴ്ത്തി. PK റോസിയാണ് വിഗതകുമാരനിലെ നായിക. എന്നാൽ സിനിമയിൽ അഭിനയിച്ചതിന് കൊടിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന സ്ത്രീയാണവർ. കേരള ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് ലിമിറ്റഡ് എന്ന കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെതായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു സ്റ്റുഡിയോ സ്ഥിതി ചെയ്തിരുന്നത്. തന്റെ പേരിലുണ്ടായിരുന്ന ഭൂമി വിറ്റാണ് അദ്ദേഹം സ്റ്റുഡിയോ നിർമ്മിച്ചത്. മലയാള സിനിമാ ചരിത്രത്തിലെ രണ്ടാമത്തെ സിനിമ CV രാമൻപിള്ളയുടെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മയെ ആസ്പദമാക്കി PV റാവു സംവിധാനം ചെയ്ത് അതേ പേരിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു. 1933 ഇറങ്ങിയ ഈ നിശബ്ദ ചിത്രത്തിൽ ജയദേവ്, AVP മേനോൻ, ദേവകി, പത്മിനി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. 1938 S നോട്ടണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാലൻ എന്ന ചിത്രം സിനിമാ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറി. ആദ്യമായി സിനിമ ശബ്ദിച്ചു. ആദ്യ ശബ്ദചിത്രം ബാലൻ. സുന്ദരന്റെ വിധിയും മിസ് നായരും എന്ന നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം രണ്ട് അനാഥ കുട്ടികളുടെ ജീവിതവും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുമാണ് തുറന്നു കാട്ടുന്നത്. KK അരൂറാണ് ചിത്രത്തിലെ നായകൻ. S നോട്ടണിയുടെ ജ്ഞാനാംബികയുടെയും K സുബ്രഹ്മണ്യയുടെ പ്രഹ്ലാദയുടെയും റിലീസുകൾ 1940 സാക്ഷ്യം വഹിച്ചു. എന്നാൽ PT ചെറിയാൻ നിർമ്മിച്ച് TV കൃഷ്ണയ്യർ സംവിധാനം ചെയ്ത നിർമ്മല പുറത്തിറങ്ങിയതോടെ മലയാള സിനിമ ഒന്ന് ഞെട്ടുകയായിരുന്നു. ഗാനവും നൃത്തരംഗങ്ങളും സിനിമയിൽ ഉൾപ്പെടുത്തി പുതിയൊരു ട്രെൻഡ് സൃഷ്ടിക്കുകയായിരുന്നു നിർമ്മല. അതിനുശേഷം കണ്ടത് പ്രശസ്ത സ്റ്റുഡിയോകളുടെ ഉദയമായിരുന്നു. കുഞ്ചാക്കോയുടെ ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയും P സുബ്രഹ്മണ്യത്തിന്റെ തിരുവനന്തപുരത്തെ മെറിലാൻഡ് സ്റ്റുഡിയോയും. 1950കളിലും 60കളിലും പുറത്തിറങ്ങിയ നീലക്കുയിൽ, ന്യൂസ് പേപ്പർ ബോയ്, രാരിച്ചൻ എന്ന പൗരൻ എന്നിവ ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങൾ ഈ സ്റ്റുഡിയോകൾ നിർമ്മിച്ചു. ബോക്സ് ഓഫീസിൽ റെക്കോർഡ് വിജയം നേടിയ ജീവിത നൗക എന്ന സിനിമ സംഗീതവും വികാര നിർഭരമായ രംഗങ്ങളും കോർത്തിണക്കി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി. എന്നാൽ നീലക്കുയിൽ മലയാള സിനിമയുടെ അഭിമാനമായി മാറി. ചിത്രം നീലി എന്ന ദളിത് പെൺകുട്ടിയുടെ കഥ പറയുന്നു. ശ്രീധരൻ നായർ എന്ന സവർണ ജാതിയിൽപ്പെട്ട അധ്യാപകനുമായി പ്രണയത്തിലായ നീലി അനുഭവിക്കേണ്ടി വന്ന യാതനകൾ അവതരിപ്പിക്കുന്ന ചിത്രം സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയും ഉച്ചനീചത്വങ്ങളെയും കാട്ടുന്നു. ഉറൂബിന്റെ ചെറുകഥയെ ആസ്പദമാക്കി P ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നൊരുക്കിയ ഈ ചിത്രം എന്നും അതിന്റെ പകിട്ടിൽ നിലനിൽക്കും. സത്യൻ, മിസ് കുമാരി, പ്രേമ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. 1950 മുതൽ 70 വരെയുള്ള കാലഘട്ടങ്ങൾ കണ്ടത് മികച്ച നടന്മാരായ സത്യൻ, തിക്കുറിശി, പ്രേം നസീർ, മധു, SP പിള്ള എന്നീ മികച്ച നടന്മാരുടെയും മിസ് കുമാരി, പത്മിനി, ശാരദ, ഷീല, BS സരോജ എന്നീ മികച്ച നടിമാരുടെയും തേരോട്ടമായിരുന്നു. 1965 തകഴിയുടെ ചെമ്മീനിനെ രാമു കാര്യാട്ട് സിനിമയാക്കിയപ്പോൾ ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് പിറക്കുകയായിരുന്നു. പരിയക്കുട്ടിയുടെയും കറുത്തമ്മയുടെയും പളനിയുടെയും ത്രികോണ പ്രണയകഥ പറഞ്ഞ ചെമ്മീനിൽ
മധു, ഷീല, സത്യൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കടലിൽ പോകുന്ന പുരുഷന്റെ ജീവൻ കരയിലിരിക്കുന്ന പെണ്ണിന്റെ മാനത്തിലാണ് എന്നൊരു മിത്തുകൂടി ചിത്രം അവതരിപ്പിക്കുന്നു. നിത്യഹരിത പ്രണയ ചിത്രമായ ചെമ്മീനിന് പ്രസിഡന്റിൽ നിന്ന് ഗോൾഡ് മെഡലും ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെ നിറങ്ങളുടെ വിസ്മയം തീർത്ത ചിത്രങ്ങളും പുറത്തിറങ്ങി. 1960 പുറത്തിറങ്ങിയ കണ്ടം വെച്ച കോട്ടാണ് ആദ്യ മലയാള കളർ ചിത്രം. MTയുടെ നോവലിനെ ആസ്പദമാക്കി ഭി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവ് 1967 പുറത്തിറങ്ങി. ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയപ്പെട്ടെങ്കിലും ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ പ്രേം നസീറിന്റെ പ്രകടനം ഏറെ നിരൂപക പ്രശംസ നേടിയ ഒന്നാണ്. മികച്ച സാമൂഹ്യക്ഷേമ ചിത്രത്തിനുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരവും ചിത്രത്തിന് ലഭിച്ചു. 1968 പുറത്തിറങ്ങിയ വിൻസെന്റ് സംവിധാനം ചെയ്ത തുലാഭാരവും ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായി. MTയുടെയും ബഷീറിന്റെയും കേശവദേവിന്റെയും ഒക്കെ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ കാലഘട്ടത്തിൽ ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരുന്നത്. സംവിധാന രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തി PN മേനോന്റെ ഓളവും തീരവും 1967 പുറത്തിറങ്ങി. ഇതൊരു ആർട്ട് ഫിലിം മോഡലായിരുന്നു. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്നു 1970 മുതൽ 1990 വരെ. 1972 പുറത്തിറങ്ങിയ അടൂരിന്റെ ആദ്യ സിനിമയായ സ്വയംവരം മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുന്ന ഒന്നായിരുന്നു. തൊഴിലില്ലായ്മയെ വിഷയമാക്കിയെടുത്ത ചിത്രത്തിൽ വിശ്വം എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകാൻ മധുവിന് കഴിഞ്ഞു. സീതയായി ശാരദ ജീവിച്ചു കാണിച്ചു. ചിത്രത്തിന് പ്രസിഡന്റിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടാൻ കഴിഞ്ഞു. MTയുടെ നിർമ്മാല്യവും പ്രസിഡന്റിൽ നിന്ന് സ്വർണ്ണ മെഡലും അതുപോലെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും നേടി. KG ജോർജ്, പത്മരാജൻ, ജോൺ എബ്രഹാം, KR മോഹനൻ എന്നിവർ മലയാള സിനിമയ്ക്ക് നിരവധി ആർട്ട് സിനിമകൾ സമ്മാനിച്ചു. ഉത്തരായനം, കുമ്മാട്ടി, തമ്പ് എന്നീ സിനിമ G അരവിന്ദന്റെ മാസ്റ്റർ പീസുകളാണ്. കാലിക പ്രസക്തിയുള്ള കഥകളും കുറച്ച് നാടക ഘടകങ്ങളും ചേർത്ത് പത്മരാജനും KG ജോർജും ചേർന്ന് സെമി ആർട്ട് സിനിമകൾ ചെയ്യാൻ തുടങ്ങി. ഈ ട്രെൻഡ് തന്നെയാണ് പിന്നീട് വന്ന സംവിധായകരായ ഭരതനും CB മലയിലും കമലും ഫാസിലും വേണു നാഗവള്ളിയും ലെനിൻ രാജേന്ദ്രനും ഹരിഹരനുമൊക്കെ തുടരുന്നത്. 1980 കണ്ടത് അടൂരിന്റെ എലിപ്പത്തായം, അനന്തരം, മതിലുകൾ, ഷാജി N കരുണിന്റെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ പിറവിയും, ജോൺ എബ്രഹാമിന്റെ അമ്മ അറിയാൻ, ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്നീ മികച്ച ചിത്രങ്ങളാണ്. നടൻ ജയന്റെ പെട്ടെന്നുള്ള വിയോഗം മലയാള സിനിമയെ ഞെട്ടിച്ചു. അതോടെ ശങ്കർ, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരും മധു, നസീർ, സോമൻ, സുകുമാരൻ, ശങ്കരാടി, ബഹദൂർ, ജോസ് പ്രകാശ് എന്നീ മുൻനിര നായകന്മാരുടെ പട്ടികയിൽ കൂടി. ശാരദ, ഷീല, ജയഭാരതി, ജലജ, സീമ, ഉണ്ണിമേരി, വിജയശ്രീ, സുമലത എന്നിവർ അക്കാലത്തെ മുൻനിര നായികമാരായിരുന്നു. 1980 ആദ്യത്തെ 70mm ഫീച്ചർ ഫിലിമായ പടയോട്ടവും ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തനും പുറത്തിറങ്ങി. ആർട്ട് സിനിമകളുടെ ഘടകങ്ങളും ജനപ്രിയ ചിത്രങ്ങളും ചേർന്ന് പുതിയ തരം ചിത്രങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങി. 1990 കണ്ടത് നടീനടന്മാരായ മഞ്ജു വാര്യർ, സുരേഷ് ഗോപി, ജയറാം, മുരളി എന്നിവരുടെ വരവായിരുന്നു. 2000 കണ്ടത് മമ്മൂട്ടിയുടെ CBI സീരീസും ദിലീപിന്റെ കോമഡി ചിത്രങ്ങളായ മീശമാധവനും CID മൂസയും ഒക്കെയാണ്. ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. വിഗതകുമാരൻ മുതൽ 2024 പുറത്തിറങ്ങിയ അജയന്റെ രണ്ടാം മോഷണം വരെ മലയാള സിനിമ കണ്ടത് പല പല പരീക്ഷണങ്ങളും മാറ്റങ്ങളുമാണ്. ഇതാണ് മലയാള സിനിമ ചരിത്രത്തിന്റെ ചെറിയ ഒരു ആമുഖം. ലോകജാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.